ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് CBSE ക്ലാസ് 7-ൻ്റെ സയൻസ് ചാപ്റ്റർ 7 വെതർ ക്ലൈമറ്റ് ആൻഡ് അഡാപ്റ്റേഷൻസ് ഓഫ് ആനിമൽസ് ടു ക്ലൈമറ്റ് എന്ന ചാപ്റ്ററാണ്. അപ്പം ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അതുപോലെ നമ്മുടെ മറ്റൊരു ചാനലായ എക്സ് ആൻഡ് ടോപ്പേഴ്സ് നിങ്ങൾ കയറി കാണണം. അവിടെയാണ് ഇതിൻ്റെയൊക്കെ നോട്ട്സ് ഇടുന്നത്. അപ്പോൾ അതും കൂടി കാണുക. അതുപോലെ തന്നെ അവിടെ മാത്സിൻ്റെ ചാപ്റ്റർ വൈസ് എക്സർസൈസ് ക്വസ്റ്റ്യൻസും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ പോളാർ റീജിയൻസിൽ താമസിക്കുന്ന അല്ലെങ്കിൽ വസിക്കുന്ന ആനിമൽസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. അതിൽ നമ്മൾ പോളാർ ബിയറിനെ കുറിച്ച് പറഞ്ഞു. നെക്സ്റ്റ് penguins. Another well-known animal living in the polar regions is the penguin. It is also white and merges well with the white background. It also has a thick skin and a lot of fat to protect it from cold. You may have seen pictures of penguins huddled together. This they do to keep warm. Polar regionsൽ കാണപ്പെടുന്ന മറ്റൊരു ആനിമലാണ് പെൻഗിൻസ്. പെൻഗിൻസിൻ്റെ സ്നോയുടെ കളറാണ്, അതായത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ചാണ് അതിൻ്റെയും ബോഡിയിൽ കളറുള്ളത്. അതിൻ്റെ ബോഡി വൈറ്റാണ്. ഇറ്റ് ഓൾസോ ഹാസ് എ തിക്ക് സ്കിൻ ആൻഡ് ലോട്ട് ഓഫ് ഫാറ്റ് ടു പ്രൊട്ടക്റ്റ് ഇറ്റ് ഫ്രം കോൾഡ്. അതുപോലെ തന്നെ അതിനും നല്ല തിക്കായിട്ടുള്ള സ്കിന്നുണ്ട്. അതുപോലെ തന്നെ അതിനുള്ളിൽ ഫാറ്റുണ്ട്. കോൾഡിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നല്ല ഫാറ്റും അതിൻ്റെ ബോഡിയിൽ ഉണ്ട്. ഓക്കെ, യു മേ ഹാവ് സീൻ പിക്ചേഴ്സ് ഓഫ് പെൻഗ്വിൻസ് ഹഡിൽ ടുഗദർ. നിങ്ങൾ പെൻഗ്വിൻ്റെ പിക്ചേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഒരുപാട് പിക്ചേഴ്സുകൾ കണ്ടിട്ടുണ്ടല്ലോ. അതിലെങ്ങനെയാണ് പെൻഗ്വിൻസ് എല്ലാം കൂടി ഹഡിൽഡായിട്ടാണ്, അതായത് കൂട്ടം കൂടിയാണ് നിൽക്കുന്നത്. അത് ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് എന്തിനാണ്? ഇപ്പം നമ്മൾ മനുഷ്യരാണെങ്കിൽ തന്നെയും ഒരു മുറിയിൽ കുറച്ച് പേര് കൂട്ടം കൂടി നിന്ന് കഴിഞ്ഞാൽ ആ മുറി പെട്ടെന്ന് ചൂടാവും അല്ലേ. ആ മുറിക്കുള്ളിൽ നല്ല ചൂട് വരും എന്ന് പറഞ്ഞ പോലെയാണ് ഈ പെൻഗ്വിൻസിൻ്റെ കാര്യവും. ഇവയെല്ലാം കൂടെ കൂട്ടം കൂടി നിൽക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അവ ഒന്ന് വാമാകാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇത്രയും കൂട്ടം കൂടി നിന്ന് കഴിയുമ്പോൾ അത് വാമായിക്കോളും. ഓക്കെ, റീകോൾ ഹൗ വാം യു ഫീൽ വെൻ യു ആർ ഇൻ എ ഹാൾ ഫുൾ ഓഫ് പീപ്പിൾ. അതുപോലെ തന്നെയാണ് നമ്മൾ കൂട്ടം കൂടി നിൽക്കുമ്പോഴും സംഭവിക്കുന്നത്. ഓക്കെ, like polar bears, penguins are also good swimmers. Their bodies are streamlined and their feet have webs, making them good swimmers. പോളാർ ബിയേഴ്സിനെ പോലെ തന്നെ പെൻഗ്വിൻസ്, പോളാർ ബിയർ നല്ല സ്വിമ്മേഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ പെൻഗ്വിൻസും നല്ല സ്വിമ്മേഴ്സാണ്. ദെയർ ബോഡീസ് ആർ സ്ട്രീം ലൈൻഡ് ആൻഡ് ദെയർ ഫീറ്റ് ഹാവ് വെബ്സ്. അതായത് സ്ട്രീം ലൈൻഡ് എന്ന് പറഞ്ഞാൽ ഈ ബോഡിയുടെ നടുഭാഗം വണ്ണം കൂടിയും സൈഡിലേക്ക് പോകും തോറും, അതായത് രണ്ടറ്റത്തേക്കും പോകും തോറും വണ്ണം കുറഞ്ഞത്. ഈ മീനിൻ്റെയൊക്കെ ഷേപ്പ് അല്ലെങ്കിൽ വിമാനത്തിൻ്റെയൊക്കെ ഷേപ്പ് പോലെ ആണ് ഇതിൻ്റെയും ബോഡിയുടെ ഷേപ്പ്. അതുപോലെ തന്നെ അതിൻ്റെ ഫീറ്റിൽ വെബുണ്ട്. വെബ് എന്താ, ഈ താറാവിൻ്റെയൊക്കെ കാലിനിടയിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ ചർമ്മം കൊണ്ട് ഫീറ്റിനെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നന്നായിട്ട് നീന്താൻ വേണ്ടിയിട്ടാണ്. Okay, other animals living in the polar regions are many types of fishes, musk oxen, reindeers, foxes, seals, whales and birds. It is to be noted that while fish can remain under cold water for long, birds must remain warm to survive. They migrate to warmer regions when winter sets in. They come back after the winter is over. You know probably that India is one of the destinations of many of these birds. You must have seen or heard about the Siberian crane that comes from Siberia to places like Bharatpur in Rajasthan and Sultanpur in Haryana, and some wetlands of northeast and some other parts of India. അതായത് നമ്മൾ ഇപ്പം പോളാർ ബിയറിനെ കുറിച്ചും അതുപോലെ പെൻഗ്വിൻസിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു അല്ലേ. ഇനിയും കുറേ ആനിമൽസ് ഉണ്ട്, ഇങ്ങനെയുള്ള റീജിയൻസിൽ താമസിക്കുന്ന കുറേ ആനിമൽസ് ഉണ്ട്. പക്ഷേങ്കിൽ അവയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതർ ആനിമൽസ് ലിവിങ് ഇൻ ദി പോളാർ റീജിയൻസ് ആർ മെനി ടൈപ്സ് ഓഫ് ഫിഷസ്, മസ്ക് ഓക്സൻ, റെയിൻഡിയേഴ്സ്, ഫോക്സസ്, സീൽസ്, വെയിൽസ് ആൻഡ് ബേഡ്സ് ഉണ്ട്. അതുപോലെ ഫിഷ് ഉണ്ട്. അങ്ങനെ പല പല ആനിമൽസും അവിടെ വസിക്കുന്നുണ്ട്. ഇറ്റ് ഈസ്
To be noted that while fish can remain under cold water for long, birds must remain warm to survive. ഫിഷിന് എത്ര സമയം വേണമെങ്കിലും കോൾഡ് വാട്ടറിൽ കഴിയാനെടുത്ത് പറ്റും, പക്ഷേങ്കിൽ ബേഡ്സിനത് അപ്രാപ്യമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ബേഡ്സ് എന്ത് ചെയ്യും, അതായത് നല്ല തണുപ്പ് കാലം ആരംഭിക്കുന്ന സമയം ദേ മൈഗ്രേറ്റ് ടു വാമർ റീജിയൻസ് വെൻ വിൻ്റർ സെറ്റ്സ് ഇൻ. നല്ല തണുപ്പ്, അതിശൈത്യമായ തണുപ്പാകുന്ന സമയത്ത് അവ മൈഗ്രേറ്റ് ചെയ്യും, അതായത് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യും അല്ലെങ്കിൽ പോകും, ദേശാടനം ചെയ്യും. ഓക്കെ, ദേ കം ബാക്ക് ആഫ്റ്റർ ദി വിൻ്റർ ഈസ് ഓവർ. പിന്നീട് അത് തിരിച്ചു വരുന്നത് ഈ വിൻ്റർ തീർന്നതിന് ശേഷം, അതായത് ഈ അതിശൈത്യം മാറിയതിന് ശേഷമാണ് അവ തിരിച്ചു വരുന്നത്. You know probably that India is one of the destinations of many of these birds. ഇങ്ങനെയുള്ള ദേശാടന പക്ഷികളുടെ ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയാം അല്ലേ. ഇഷ്ടംപോലെ ദേശാടന പക്ഷികൾ ഇന്ത്യയിൽ വരുന്നുണ്ട്. You must have seen or heard about the Siberian crane that comes from Siberia to places like Bharatpur in Rajasthan and Sultanpur in Haryana. അതായത് ഈ സൈബീരിയൻ ക്രെയിൻ വന്നിറങ്ങുന്ന സ്ഥലങ്ങളാണ് ഭാരത്പൂറും അതുപോലെ തന്നെ സുൽത്താൻപൂരും. അതായത് സൈബീരിയയിൽ നിന്ന് വരുന്ന, സൈബീരിയ എന്ന് പറയുന്നതൊക്കെ പോളാർ റീജിയണിൽപ്പെട്ട സ്ഥലങ്ങളാണ് അല്ലേ. അവിടെയൊക്കെ അതിശൈത്യമാണ്. ഈ പക്ഷികളെ സംബന്ധിച്ചിടത്തോളം അതിശൈത്യം അതിന് സഹിക്കാൻ പറ്റില്ല. സോ അതെന്ത് ചെയ്യും, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകും. അങ്ങനെ വരുന്നതാണ് നമ്മുടെ ഇന്ത്യയിലേക്കും, ചൂട് കൂടിയ സ്ഥലങ്ങളിലേക്ക് പോകും. അങ്ങനെ വരുന്നതാണ് നമ്മുടെ രാജസ്ഥാനിലും അതുപോലെ ഹരിയാനയിലും ഒക്കെ. ആൻഡ് സം ഓഫ് ദി വെറ്റ്ലാൻഡ്സ് ഓഫ് നോർത്ത് ഈസ്റ്റ് ആൻഡ് സം അതർ പാർട്സ് ഓഫ് ഇന്ത്യ. അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇവ വരാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ദ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ്. ദ ട്രോപ്പിക്കൽ റീജിയൻ ഹാസ് ജനറലി എ ഹോട്ട് ക്ലൈമറ്റ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലൊക്കേഷൻ അറൌണ്ട് ദി ഇക്വേറ്റർ. Even in the coldest month, the temperature is generally higher than about 15 degrees Celsius. During hot summers, the temperature may cross 40 degrees Celsius. Days and nights are almost equal in length throughout the year. These regions get plenty of rainfall, and an important feature of this region is the tropical rainforest. Tropical rainforests are found in Western Ghats and Assam in India, Southeast Asia, Central America and Central Africa. Because of continuous warmth and rain, this region supports wide variety of plants and animals. The major types of animals living in the rainforests are monkeys, apes, gorillas, tigers, elephants, leopards, lizards, snakes, birds and insects. പോളാർ റീജിയണിൽ നല്ല തണുപ്പാണെങ്കിൽ ട്രോപ്പിക്കൽ റീജിയണിൽ എന്താണ്, ചൂടാണ്. ദ ട്രോപ്പിക്കൽ റീജിയൻ ഹാസ് ജനറലി എ ഹോട്ട് ക്ലൈമറ്റ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ലൊക്കേഷൻ അറൗണ്ട് ദി ഇക്വേറ്റർ. അതിൻ്റെ കാരണം എന്താണ്, ഇക്വേറ്ററിൻ്റെ അടുത്താണ് ഇപ്പോൾ ട്രോപ്പിക്കൽ റീജിയൻ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ചൂട് കൂടിയിരിക്കുന്നത്. Even in the coldest month, the temperature is generally higher than about 15 degrees Celsius. During hot summers, the temperature may cross 40 degrees Celsius. അതായത് നല്ല ചൂടുള്ള സമയത്ത്, അതായത് സമ്മർ സീസണൊക്കെ ആകുമ്പോഴത്തേക്ക് ചൂട് എത്രയാകും, 40 ഡിഗ്രിക്കൊക്കെ മുകളിൽ പോകും. നല്ല തണുപ്പുള്ള സമയത്ത് പോലും 15 ഡിഗ്രിയിൽ താഴാറില്ല. ഓക്കെ, Days and nights are almost equal in length throughout the year. അതായത് ഈ ട്രോപ്പിക്കൽ റീജിയൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഡേയും നൈറ്റും ഏകദേശം ഒരുപോലെ ഇരിക്കും. അതായത് പകലും രാത്രിയും വലിയ വ്യത്യാസമില്ല. ചെറിയ 1 മണിക്കൂറിൻ്റെയോ അല്ലെങ്കിൽ അരമണിക്കൂറിൻ്റെയോ ഒക്കെ വ്യത്യാസം വന്നിരിക്കും, അല്ലാതെ വലിയ വ്യത്യാസം വരില്ല. ട്രോപ്പിക്കൽ റീജിയനിൽ ഡേയും നൈറ്റും ഏകദേശം ഒരുപോലെ ആയിരിക്കും, ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഓക്കെ, ദീസ് റീജിയൻസ് ഗെറ്റ് പ്ലെൻറ്റി ഓഫ് റെയിൻഫോൾ. അതുപോലെ ഈ റീജിയൻസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ധാരാളം മഴ ലഭിക്കും. ഓക്കെ, ചൂടുണ്ട്, അതുപോലെ തന്നെ ധാരാളമായിട്ട് മഴയും ലഭിക്കും. ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദിസ് റീജിയൻ ഈസ് ദി ട്രോപ്പിക്കൽ റെയിൻഫോറസ്റ്റ്. Tropical rainforests are found in Western Ghats and Assam in India, Southeast Asia, Central America and Central Africa. Because of continuous warmth and rain, this region supports wide variety of plants and animals. ഇങ്ങനെ സ്ഥിരമായിട്ട്
അല്ലെങ്കിൽ തുടർച്ചയായിട്ട് മഴയും അതുപോലെ തന്നെ ചൂടും എല്ലാം ലഭിക്കുന്നത് കൊണ്ട് അവിടെ പലതരത്തിലുള്ള ആനിമൽസിനും അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്ലാന്റ്സിനുമൊക്കെ എന്താ പറയുക നന്നായിട്ട് വളരാനായിട്ട് സാധിക്കും. ഓക്കെ. The major types of animals living in the rainforests are റെയിൻ ഫോറസ്റ്റിൽ കാണുന്ന മേജർ ടൈപ്പ് ആനിമൽസ് ഏതൊക്കെയാണ്? മങ്കീസ്, ഏപ്സ്, ഗൊറില്ലാസ്, ടൈഗേഴ്സ്, എലിഫൻറ്റ്സ്, ലെപ്പേഴ്സ്, ലിസേർഡ്സ്, സ്നേക്സ്, ബേർഡ്സ് ആൻഡ് ഇൻസെക്ട്സ്. അങ്ങനെ ധാരാളമായിട്ട് ആനിമൽസ് ഇവിടെ. കാരണം എന്താണ്, ചൂടുകൊണ്ട് അതോടൊപ്പം തന്നെ മഴയും ധാരാളമായിട്ട് ലഭിക്കുന്നത് കൊണ്ട് ഇവയ്ക്കൊക്കെ അവിടെ സമൃദ്ധമായിട്ട് കഴിയാനായിട്ട് സാധിക്കുന്നു. Let us read about the adaptations of these animals to a hot, humid climate. These climatic conditions in rainforests are highly suitable for supporting an enormous number and a variety of animals. ഇങ്ങനെ ഉള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസ് കൊണ്ട് ഈ ധാരാളം ആനിമൽസിന് അവിടെ എന്താ പറയുക കഴിയാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പോർഷൻ എല്ലാവർക്കും വളരെ നന്നായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ചോദിക്കുക. അപ്പോൾ തന്നെ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ. അതുപോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. താങ്ക് യു.